കൂട്ടുകാരെ, അനുമോളും കുഞ്ഞുമയിലും 6ാം ഭാഗം തുടങ്ങുകയാണ്. വിളിച്ചിട്ട് കുഞ്ഞുമയിൽ കേൾക്കാത്തതിന്റെ വെപ്രാളത്തിലാണവൾ. ഇടിമിന്നൽ അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. കളിക്കാനായി കൈമാടി വിളിച്ച മേഘക്കുഞ്ഞുങ്ങളുടെ പൊടി പോലും കാണാനില്ല. ആകാശം ഇരുണ്ടു കിടക്കുകയാണ്. ഭയത്തോടെ നാലുപാടും നോക്കി. കുഞ്ഞുമയിലിനെ എങ്ങും കണ്ടില്ല. ഒരിക്കൽ കൂടി മയിൽപ്പീലി കയ്യിലെടുത്ത് ഉറക്കെ വിളിച്ചു, കുഞ്ഞുമയിലേ, കുഞ്ഞുമയിലേ. ആ ശബ്ദം അവളെ ചെല്ലുന്നുമല്ല ആശ്വസിപ്പിച്ചത്. അനുമോൾ കുഞ്ഞുമയിലിന്റെ നേരെ കൈനീട്ടി. കുഞ്ഞുമയിൽ അവളുടെ അടുത്തേക്ക് പറന്നു ചെന്നു. അവൾ വളരെ പണിപ്പെട്ട് കുഞ്ഞുമയിലിന്റെ പുറത്ത് കയറിപ്പറ്റി. അപ്പോഴേക്കും ചന്നം പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. അനുമോളുടെ മുഖത്തും തലയിലും മഴത്തുള്ളികൾ വന്നു വീണു. കുഞ്ഞുമയിൽ പീലി നന്നായി വിടർത്തി അവളെ കുട ചൂടിച്ചു. എന്തൊരു സുഖമാണ് മഴയത്തുള്ള യാത്ര. അവളാകെ നനഞ്ഞു കുതിർന്നു. നല്ല തണുത്ത കാറ്റ്. മരങ്ങളുടെയും ചെടികളുടെയും ഇലകളിൽ താളം കൊട്ടി രസിക്കുകയാണ് മഴ. ചേമ്പിലയും ചേനയിലും വാഴയിലയും ഒക്കെ മഴയുടെ വരവ് ആഘോഷിക്കുന്നതിന്റെ ആനന്ദ നൃത്തത്തിലാണ്. ഓരോ മഴത്തുള്ളി വീഴുമ്പോഴും തിരിഞ്ഞും മറിഞ്ഞും തെന്നിമാറിയും മഴയോടൊപ്പം കളിക്കുന്നത് പോലെ. കുളത്തിലും തോട്ടിലും വീട്ടുമുറ്റത്തും മഴ കുമിളകൾ ഉണ്ടാക്കി രസിക്കുകയാണ്. വെള്ളത്തിൽ കുമിളകൾ ഉണ്ടാകുന്നതും ഒഴുകിപ്പോകുന്നതും പൊട്ടുന്നതും അവൾ നോക്കി രസിച്ചങ്ങനെ ഇരുന്നു. ഇടവഴികളിൽ ചുവന്ന നിറത്തിൽ വെള്ളച്ചാലുകൾ വന്നു തുടങ്ങി. തോട്ടിലെ വെള്ളത്തിന് നല്ല ഒഴുക്ക്. ഇടയ്ക്കിടെ കൊച്ചു കൊച്ചു മിന്നൽപ്പിണരുകൾ ആകാശത്ത് കാണാം. ചെറിയ ഇടിശബ്ദവും. കുഞ്ഞുമയിലിന്റെ തൂവലുകൾ നനഞ്ഞൊട്ടാൻ തുടങ്ങി. നമുക്കല്പം വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. കുഞ്ഞുമയിൽ അമ്പലമുറ്റത്തെ ആൽമരം ലക്ഷ്യമാക്കി പറന്നു. വലിയ അമ്പലമാണ്. അമ്പലത്തിന് മുകളിലെ താഴികക്കുടം ദൂരെ നിന്നേ അനുമോൾ കണ്ടു. അരിപ്രാവുകൾ കുറുകുന്ന ശബ്ദം, അമ്പലമണി മുഴങ്ങുന്ന ശബ്ദവും ഉച്ചത്തിൽ കേൾക്കാം. കുഞ്ഞുമയിൽ താണു പറന്ന് ആൽമരത്തിന്റെ ചാഞ്ഞ ചില്ലമേൽ ഇരുന്നു. അവളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുത്തിയിട്ട് കുഞ്ഞുമയിൽ മറ്റൊരു കൊമ്പിൽ ചേക്കേറി. ചിറകുകൾ കുടഞ്ഞു. അനുമോൾ ചുറ്റും നോക്കി. കുഞ്ഞു പക്ഷികൾ ചിലച്ചുകൊണ്ട് തത്തിക്കളിക്കുന്നു. അരയാലിലകൾ ഇളങ്കാറ്റിൽ ഒന്നിച്ചിളകുന്നത് കാണാൻ എന്ത് ഭംഗിയാ. അണ്ണാൻ അവളിരുന്ന കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടി. തൊട്ടപ്പുറത്തു നിന്ന് ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. ഒരു കുരുവിക്കൂട്. കുഞ്ഞു കുരുവികൾ തൊള്ള തുറന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മെല്ലെ പറക്കാനുള്ള ശ്രമം നടത്തുകയും മറിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. അമ്മക്കുരുവിയെ അവിടെയൊന്നും കാണാനുമില്ല. അനുമോൾ നോക്കിയിരിക്കെ ഒരു കുഞ്ഞു കുരുവി പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴോട്ട് പതിച്ചു. ഭാഗ്യത്തിന് നിലത്ത് വീണില്ല. ഒരു കൂട്ടം ഇലകൾക്കിടയിൽ കുരുവിക്കുഞ്ഞ് എങ്ങനെയോ പിടിച്ചിരുന്നു. അനുമോൾ അതിനെ എടുത്ത് കൂട്ടിൽ തന്നെ വെച്ചു കൊടുത്തു. അപ്പോഴേക്കും അമ്മക്കുരുവിയും എത്തി. കുഞ്ഞി കിളികൾക്ക് പഴങ്ങൾ വായിൽ വെച്ചു കൊടുക്കുന്നതും തിക്കും തിരക്കും കൂട്ടി അവ തൊള്ള തുറന്ന് കരയുന്നതും അവൻ നോക്കിയിരുന്നു. കുറച്ചകലെ അമ്പലക്കുളം കാണാം. ചുറ്റും പടകുകൾ കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. വെള്ളത്തിൽ ചാടി തിമിർക്കുന്ന പിള്ളേരുടെ ബഹളവും കേൾക്കാം. മഴ തോർന്നു. ഇന്ന് നമുക്ക് പുറപ്പെടാം, കുഞ്ഞുമയിൽ പറഞ്ഞു. അനുമോൾ കുഞ്ഞുമയിലിന്റെ പുറത്ത് കയറിയിരുന്നു. കുരുവിക്കുഞ്ഞിനെ രക്ഷിച്ച അനുമോളെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.